മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മക്കയുടെ നായകന്റെ മേൽ, മദീനയുടെ നായകന്റെ മേൽ, മുഹമ്മദിന്റെ മേൽ പുണ്യാത്മാക്കൾ സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ്. നമ്മുടെ ഈ രാവും സ്വലാത്ത് കൊണ്ട് കുളിരണിയണം. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് എനിക്ക് എത്തിച്ചു തരാൻ അല്ലാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ മലക്കുകൾ നിത്യസഞ്ചാരികളാണ്. അവർ ലോകത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിക്കും, വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കും. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ സ്വലാത്ത് അവരെനിക്ക് എത്തിച്ചു തരും. ഖബറിന്റെ മേലും ഒരു മലക്കിനെ നിർത്തിയിട്ടുണ്ട്. ആ മലക്കനോട് പറയും, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങയുടെ മേൽ ഇപ്പോൾ ഇന്നാലിന്ന വ്യക്തി സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നുവെന്ന് പറയുമ്പോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരും എന്നെ അറിയിക്കുമെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പച്ച പരിഷ്കാരങ്ങൾ വേണ്ട, നമുക്ക് പഴമയോട് വിട പറയുന്ന പരിഷ്കാര പൊങ്ങച്ചങ്ങൾ വേണ്ട, നമുക്ക് പുണ്യ റസൂലിനെ വിട്ടുകൊണ്ടൊരു ബന്ധവും വേണ്ട, നമുക്ക് സലാത്തിനെ കൈവെടിയുന്ന പുരോഗമനങ്ങൾ വേണ്ട, നമുക്ക് നായകന്റെ കുപ്പായവുമായി ബന്ധം വിടർത്തുന്ന ഒരു രീതിയിലുള്ള വിച്ഛേദനം വേണ്ട, വിഘടനം വേണ്ട, വിഭജനം വേണ്ട. നമുക്കൊരു സംയോജനം മതി, നമുക്കൊരു സംഘാടനം മതി. അത് മുസ്തഫ മുഹമ്മദിന്റെ പ്രതിധ്വനി. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാറി. പുണ്യാത്മാക്കൾ മുഹമ്മദിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. ആരാണ് പറഞ്ഞത് സ്വലാത്ത് ഒരു പുതിയ വിഷയമാണെന്ന്? ആരാണ് പറഞ്ഞത് ഇതിനത്ര പ്രാധാന്യമില്ലെന്ന്?